ഇന്ന് നമുക്ക് നല്ല രുചികരമായിട്ടുള്ള ചില്ലി മഷ്റൂം തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം അളവിൽ ബട്ടൺ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് മഷ്റൂം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഇതൊരു 3-4 പ്രാവശ്യം ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ മഷ്റൂം എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വലുതാണെങ്കിൽ 4 പീസസ് ആയിട്ടും ചെറുതാണെങ്കിൽ 2 കഷ്ണങ്ങളായിട്ടുമാണ് ഞാനിത് മുറിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം ക്യാപ്സിക്കാണ്. ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. ക്യാപ്സിക്കം നല്ലൊരു ഫ്ലേവർ തന്നെ ഇതിന് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ കളേർഡ് ക്യാപ്സിക്കം ഉപയോഗിക്കാവുന്നതുള്ളൂ. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് തന്നെ മാറും കേട്ടോ. ഞാനിപ്പോൾ ഈ പച്ച ക്യാപ്സിക്കം മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് നമുക്ക് ആവശ്യം ഒരു മീഡിയം സൈസിലുള്ള സവോളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. വെളുത്തുള്ളിയാണെങ്കിലും നല്ല ചെറുതായിട്ട് തന്നെയാണ് മുറിച്ചെടുക്കേണ്ടത്. നമ്മൾ സാധാരണ ചൈനീസ് ഐറ്റംസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുക. ആ ഒരു രീതിയിൽ എല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു റെസിപ്പിക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും ഇതുപോലെ മുറിച്ചെടുത്തിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുക കേട്ടോ. അപ്പോൾ ദേ ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചൈനീസ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഈ കട്ടിങ് കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്കിംഗ് ഒക്കെ വളരെ ഈസിയാണ്. ശരിക്കും പറഞ്ഞാൽ ചൈനീസ് ഐറ്റംസ് ചെയ്യുമ്പോൾ ഇൻഗ്രീഡിയൻസ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഇന്ത്യൻ സ്റ്റൈല് ഫുഡ് ഉണ്ടാക്കുന്ന അത്രയ്ക്ക് സമയം എടുക്കില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ കോൺഫ്ലോർ 4 ടീസ്പൂൺ, അതായത് 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വറുത്തരിപ്പൊടിയാണ് ഇതിലേക്ക് എടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂൺ അളവിൽ. അത് നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് വറുത്തരിപ്പൊടിയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. സാധാരണ അപ്പം ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കണം സാധാരണ അരിപ്പൊടി കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പൊടികളുടെ അളവൊന്നും കൂടിപ്പോണ്ട കേട്ടോ. ഉപ്പും ബാക്കി മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ ഒരു മഷ്റൂം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കായ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പൊടി ഇതുപോലെ ഒന്ന് പതുക്കൊന്ന് കോട്ടായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് വെള്ളം തെളിച്ചതിന് ശേഷമാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ബാറ്ററൊക്കെ തയ്യാറാക്കിയിട്ട് അതിൽ ഈ ഒരു മഷ്റൂം ചേർത്തിട്ട് തയ്യാറാക്കുന്നതിനേക്കാളും ഇതുപോലെ വെള്ളം തെളിച്ചിട്ട് തയ്യാറാക്കുന്ന സമയത്തെ നന്നായിട്ട് ഇതിൽ കോട്ടായിട്ട് ഒക്കെ വരും. അതായത് ചെറിയൊരു കോട്ടിങ്, തിന്നായിട്ടുള്ളൊരു കോട്ടിങ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരുപാട് തിക്കായിട്ടുള്ള കോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ അത് സ്റ്റിക്കി ആയിട്ടൊന്നും വരില്ല. ഈസി ആയിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നോക്കിയിട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം വേണമെന്ന്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മഷ്റൂമിലെല്ലാം ഒന്ന് കോട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതിയേ. ഓരോന്ന് തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണോ അങ്ങനെയൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. അതിലേക്ക് നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതുള്ള. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കും ആ ഒരു കോട്ടിങ്ങൊക്കെ ഇളകി പോകാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ മഷ്റൂം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രൈ ചെയ്തെടുത്തത് അങ്ങനെ തന്നെ ഒരു സ്നാക്കായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. മഷ്റൂം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ശരിക്കും നല്ല ഇഷ്ടമാവും. പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിനൊക്കെ നല്ലൊരു സ്നാക്ക് ഓപ്ഷൻ കൂടിയാണ് ഇതെന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഈ ഒരു നവരാത്രിയുടെ സമയത്തൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് കേട്ടോ ഈ ഒരു ചില്ലി മഷ്റൂം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു മസാലയും എല്ലാം കൂടെ ചേർക്കുമ്പോൾ ശരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കട്ട പോലെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും എണ്ണയിലിട്ടിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ കേട്ടോ.
അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ട് വരുന്ന സമയത്ത്, ഇത് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിനി ഇതിന് വേണ്ട ആ ഒരു സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസ് ഒക്കെ ഉണ്ടല്ലോ, സ്പ്രിംഗ് ഓണിയൻ ലീവ്സ്, അതൊക്കെ ഒന്ന് മുറിച്ച് വയ്ക്കാം. പിന്നെ സവോളയാണ് ആവശ്യം. അപ്പോൾ ഒരു സവോളയാണ് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിലൊരു 1/4 ഭാഗത്തോളം ഞാൻ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിങ്ങനെ അത് ഓരോന്നായിട്ട് ഇങ്ങനെ അടർത്തി അങ്ങനെ വെക്കുകയാണ് ചെയ്യണത്. പിന്നെ അതിൻ്റെ ബാക്കി ഒരു 1/4 ഭാഗം ഉണ്ടല്ലോ, അത് നല്ല ചെറുതായിട്ട് മുറിച്ച് മാറ്റി വയ്ക്കുകയാണ് ചെയ്യണത് കേട്ടോ. അത് എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ വൈറ്റ് ഇല്ല, അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ചെറുതായിട്ട് മുറിച്ച് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മഷ്റൂം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാനിൽ ഒരുപാട് എണ്ണ ഉണ്ടായിരുന്നല്ലോ, അത്ര എണ്ണയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു 1/4 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് മുറിച്ച് വെച്ച വെളുത്തുള്ളിയും മുറിച്ച് വെച്ച ഇഞ്ചിയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം, പക്ഷെ ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യണത് കേട്ടോ. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച ആ ഒരു സവോള ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് റെഡ് ചില്ലി സോസ്, ഇത് ചില്ലി ഗാർലിക് സോസാണ്, അതായത് സ്വീറ്റ് ചില്ലി സോസാണ് ചേർക്കുന്നത് കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രീൻ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ അളവിൽ ഡാർക്ക് സോയാ സോസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം. അത് 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. അപ്പോൾ സോസുകളുടെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താവുന്നതുള്ളൂ കേട്ടോ. ഇപ്പോൾ ചൈനീസ് റെസിപ്പി ആകുമ്പോൾ അത്യാവശ്യം സോസുകൾ ചേർക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ ഞാൻ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ആ ഒരു പാത്രത്തിൽ കുറച്ചൊരു ബാറ്റർ ബാക്കിയുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കോൺഫ്ലോറൊക്കെ മിക്സ് ചെയ്തിട്ടല്ലോ ഒഴിക്കുക, അതിന് പകരം ഇതാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു സോസൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച ക്യാപ്സിക്കോ മുറിച്ച് വെച്ച ആ ഒരു സവാളയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സവോളയിലും ക്യാപ്സിക്കത്തിലൊക്കെ ആ ഒരു സോസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് വരുന്നുണ്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചാൽ ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് വരും പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണുണ്ട് ഈ ഒരു സമയത്ത്. ആ ഒരു കോൺഫ്ലോറും ആ ഒരു അരിപ്പൊടിയുടെ മിക്സ് അതൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിതിപ്പോൾ സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഗ്രേവി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എള്ളെണ്ണ 1 ടേബിൾ സ്പൂണോളം അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ചൈനീസ് ഫ്ലേവർ കിട്ടും എള്ളെണ്ണയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു മഷ്റൂമിൽ നല്ല പോലെ ആ ഒരു സോസൊക്കെ ഒന്ന് പിടിച്ച് റെഡി ആയിട്ട് തന്നെ വരണം കേട്ടോ. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം പച്ചമുളക് മുറിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാനത് സ്റ്റാർട്ടിങ്ങിൽ പച്ചമുളക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുത്തില്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. ആ സമയത്ത് ഞാൻ വിട്ടുപോയി, അത് കാരണമാണ് ഇപ്പോൾ ചേർക്കണത് കേട്ടോ. ആ സമയത്ത് ചേർക്കുമ്പോഴായിരിക്കും ഒന്നും കൂടി നല്ല ഫ്ലേവർ വരിക. ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ലീവ്സും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചില്ലി മഷ്റൂം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഫ്രൈഡ് റൈസിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടിയോ ചോറിന് കൂടിയാണെങ്കിൽ പോലും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചൈനീസ് റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് വലിയവർക്ക് കഴിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതുള്ള സ്പൈസി ആയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.